മുഖ്യമന്ത്രി മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ഒരാളെന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു യുഗം അവസാനിക്കുന്നതോടെ വരുന്ന ഒരു കുഴപ്പം ഇതിന് അനന്തരാവകാശി ആര് എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ മിസ്റ്റർ വിജയൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ടാളുകളെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് പി ശശിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ മുഹമ്മദ് റിയാസ്. ആ വിഷയത്തിന്റെ മേലെ വരുന്ന ഒരു വലിയ രാഷ്ട്രീയപരമായ തർക്കങ്ങൾ, രാഷ്ട്രീയമല്ല സംഘടനാപരമായ തർക്കങ്ങൾ CPM-നകത്ത് ഗംഭീരമായി നടക്കുകയാണ്. ഈ നടക്കുന്ന ഒരു 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 വലിയ എന്താ പറയാ മൂർച്ചേരി സംഗതി കടക്കുമ്പോൾ എത്തിച്ചേരാവുന്ന ഒരു നിഗമനമുണ്ട് നമുക്ക്. സാധാരണ പബ്ലിക്കായിരിക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വലിയ പാരമ്പര്യമോ ഒന്നും നമുക്ക് വേണ്ട. അത്യാവശ്യം പത്രം വായിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന സാധനമുണ്ട്. നാളെ ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തില്ലാതിരുന്നു കഴിഞ്ഞാൽ ഇയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ കേസുകളെ അഭിമുഖീകരിക്കാൻ പറ്റിയിരിക്കുന്ന ഒരാളെ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഇയാളുടെ കുടുംബത്തിന്റെ കുളം തോണ്ടിപ്പോവും, കുടുംബത്തിന്റെ കോളം തോണ്ടിപ്പോവും. നമസ്കാരം. CPM-ൽ പിണറായി യുഗം അവസാനിക്കുന്നുവെന്ന് പാണ്ഡ്യാല ഷാജി. പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളെല്ലാം സൂചിപ്പിക്കുന്നത് CPM-ന്റെ തന്നെ അന്ത്യമാണ് എന്ന് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചു. തനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പി ശശിയെയും മുഹമ്മദ് റിയാസിനെയുമാണ് ഉത്തരമായി വിജയൻ കണ്ടുവച്ചിരിക്കുന്നത് എന്ന് ഷാജി പറഞ്ഞു. എന്നാൽ പിണറായി വിജയന്റെ കണക്ക് കൂട്ടലുകൾ ഇക്കുറി പിഴയ്ക്കുമെന്നും ഷാജി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഷാജിട്ടാ നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ CPM-ൽ ഉണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങളും പ്രശ്നവും ഒക്കെ CPM എന്ന പാർട്ടിയുടെ പിണറായി യുഗം അവസാനിക്കുകയാണോ? അതാണോ ഈ കാണുന്ന തർക്കത്തിനും പ്രശ്നങ്ങളിലേക്കും ഒക്കെ അതിന്റെ ഒരു ആരംഭമാണോ? ഒരു പാർട്ടി സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായി ഉണ്ടാകുന്ന തർക്കം, താങ്കളെപ്പോലെ പാർട്ടി പാരമ്പര്യമുള്ള ഒരു വ്യക്തിയോട് ഈ ചോദ്യത്തിന് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പറയാമോ? തീർച്ചയായും. ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. ശരി, പിണറായി ഭക്തൻ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. മിസ്റ്റർ വിജയന്റെ ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ ക്ഷമിക്കുക. വിജയന്റെ യുഗം അവസാനിക്കുന്നു, സമ്പൂർണമായിട്ട് അവസാനിക്കുന്നു. എന്തുകൊണ്ട് അവസാനിക്കുന്നു എന്നതാണ് അതിനകത്ത് പറ്റുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം. പാർട്ടിക്കകത്ത് ഇപ്പൊ പുത്തനായി വന്നിരിക്കുന്ന പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ ഒരു പ്രധാന കാരണക്കാരനാരാണെന്ന് TV അൻവർ ഉയർത്തിയിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തിന് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷ്മബുദ്ധിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറത്തേക്ക് CPIM നേരിടുന്ന വലിയ ഗൗരവകരമായിരിക്കുന്ന സംഘടനാ വിഷയങ്ങൾ. ആ സംഘടനാ വിഷയങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോ കേരളത്തിനകത്തെ പ്രതിസന്ധിക്കകത്ത് മുളച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക്. രാഷ്ട്രീയ വിഷയങ്ങൾക്ക് വളരെ ഗൗരവകരമായാണ് നിലനിൽക്കുമ്പോൾ പോലും ഇത് വരുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ഒരാളെന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു യുഗം അവസാനിക്കുന്നതോടെ വരുന്ന ഒരു കുഴപ്പം ഇതിന് അനന്തരാവകാശി ആര് എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ മിസ്റ്റർ വിജയൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ടാളുകളെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് പി ശശിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ മുഹമ്മദ് റിയാസ്. ആ വിഷയത്തിന്റെ മേലെ വരുന്ന ഒരു വലിയ രാഷ്ട്രീയപരമായ തർക്കങ്ങൾ, രാഷ്ട്രീയമല്ല സംഘടനാപരമായ തർക്കങ്ങൾ CPM-നകത്ത് ഗംഭീരമായി നടക്കുകയാണ്. ഈ നടക്കുന്ന ഒരു 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 വലിയ എന്താ പറയാ മൂർച്ചേരി സംഗതി കടക്കുമ്പോൾ എത്തിച്ചേരാവുന്ന ഒരു നിഗമനമുണ്ട് നമുക്ക്. സാധാരണ പബ്ലിക്കായിരിക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വലിയ പാരമ്പര്യമോ ഒന്നും നമുക്ക് വേണ്ട. അത്യാവശ്യം പത്രം വായിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന സാധനമുണ്ട്. നാളെ ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തില്ലാതിരുന്നു കഴിഞ്ഞാൽ ഇയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ കേസുകളെ അഭിമുഖീകരിക്കാൻ പറ്റിയിരിക്കുന്ന ഒരാളെ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഇയാളുടെ കുടുംബത്തിന്റെ കുളം തോണ്ടിപ്പോവും, കുടുംബത്തിന്റെ കോളം തോണ്ടിപ്പോവും. ഈ പറയുന്ന ഇയാളുടെ 2 മക്കൾ അവര് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന, ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ അധോലോക സാമ്രാജ്യത്തിന്റെ മേലെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വലിയ ശതകോടികൾ, ആ കോടികളെല്ലാം തന്നെ ശരിക്കും കേസ് നടത്താൻ വക്കീലിന് കാശ് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരാവുന്ന
അത്ര ദയനീയമായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇയാൾ നേരിടുവാൻ പോകുന്നത് ഇയാളുടെ മുമ്പിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഞാൻ ഇവിടുന്ന് മാറേണ്ടി വന്നാൽ പോലും ഇതിനകത്ത് നിർവഹിക്കണം, എന്റേതായിരിക്കുന്ന ആളുകൾ നിശ്ചയിക്കണം. ആ നിശ്ചയിക്കാനുള്ള രണ്ടാളുകളാണ്, ഒന്ന് പി ശശി, മറ്റൊന്ന് മുഹമ്മദ് റിയാസ്. ഈ രണ്ട് സംഭവങ്ങളെയും ഒരിക്കൽ പോലും അംഗീകരിക്കില്ല, മറുപക്ഷങ്ങൾ അംഗീകരിക്കില്ല. ഇതെന്തുകൊണ്ട് അംഗീകരിക്കില്ല എന്നൊരു വിഷയവുമില്ലാത്തത്. ആ വിഷയത്തിന്റെ മേലെയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന എം വി ഗോവിന്ദൻ. ഈ ഗോവിന്ദന് വന്നാന്ന് പറഞ്ഞാൽ 75 വയസ്സിലേക്ക് കടക്കാൻ, 75 വയസ്സിലേക്ക് കടക്കുന്നുമില്ല, 75 വയസ്സിന്റെ ആ ഒരു പരിധിയിലേക്ക് അയാൾ പോവുകയാണ്. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ആര് ഉണ്ടായിരിക്കും? അതിനകത്ത് വരേണ്ടിയിരിക്കുന്ന ആളാരായിരിക്കും? ഏറ്റവും യങ്ങസ്റ്റ് ആയിരിക്കുന്ന ആളുകളൊക്കെ ഇരുത്തണം. യങ്ങസ്റ്റ് അതായത് നമ്മളെപ്പോഴും ഞാൻ പറയുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഈ പറയുന്ന മിസ്റ്റർ വിജയൻ എന്ന് പറഞ്ഞ ഒരാള്, അയാൾ ഒരിക്കലും ആലോചിക്കുന്നത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല, അല്ലെങ്കിൽ 10 വർഷത്തേക്കോ അല്ല. അതിനേക്കാൾ ഒരു 20-25 വർഷക്കാലത്തേക്ക് ഉണ്ടായിരിക്കുന്ന അജണ്ടയെ മുൻകൂട്ടി നിശ്ചയിച്ച് അതിനകത്ത് ഒരു മൃഗതുല്യമായ മാനസികാവസ്ഥയോടെ, മൃഗതുല്യമായ ആക്രമണോത്സുകതയോടെ, മൃഗതുല്യമായിരിക്കുന്ന ഊരട്ടയോടെ അയാൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അയാൾ ലീഗയെ കീഴ്പ്പെടുത്തും. ഈ കീഴ്പ്പെടുത്താണ് അയാളുടെ നിലവിലുണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അതാണ് ശരിക്കും. അത് മനസ്സിലാവണമെങ്കിൽ അയാൾ ക്രിമിനൽ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന വിഖ്യാതമായിരിക്കുന്ന കോളമിസ്റ്റിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ മാത്രമേ ഇയാളുടെ ഈ ഒരു ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് എന്താണ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ മുമ്പിൽ നിലനിർത്താവുന്ന ആൾ ആര് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നേരെ വന്നിരിക്കുന്ന വെല്ലുവിളിയാണ് സംഘടനാപരമായി, രാഷ്ട്രീയമായല്ലേ ഞാൻ ആവർത്തിക്കാം, സംഘടനാപരമായി ആര് ഉയർത്തിയത്? അത് പി ജയരാജൻ CPIM-നകത്ത് ഉയർത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്. CPIM-നകത്ത് ഉയർത്തിയ വിഷയമാണ് തെറ്റിക്കപ്പിടിക്കത്ത്. അതിനെ അനുബന്ധമായാണ് ആര് വരുന്നത്? ഈ പറയുന്ന TV അൻവർ ഇതിനകത്ത് ഒരു കക്ഷി ചേരുകയാണ്. അതിനകത്ത് എന്തിനാണ് കക്ഷി ചെയ്തത്? അതിനകത്താണ് ഈ സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ സൂക്ഷ്മമായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്ന്, CPIM-നകത്ത് നേരിടുന്ന വിഷയം എപ്പോഴും എന്താ ഭൂപ്രഭ തർക്കത്തിന്റെയോ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളോ അല്ല, മറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന ഒരു പിന്തുടർച്ചാവകാശത്തിന്റെ രാഷ്ട്രീയ വിഷയമാണ്. ഈ പിന്തുടർച്ചാവകാശ രാഷ്ട്രീയ വിഷയത്തെ ആര് നിശ്ചയിക്കുന്നു? അത് ഞാൻ നിശ്ചയിക്കുമെന്ന് പറയാവുന്ന ഈ പറയുന്ന മിസ്റ്റർ വിജയന്റെ അധികാരമോഹത്തിന് മേലെ വരുന്ന ഒരു വലിയ എതിർപ്പ്, വിയോജിപ്പുകൾ. ആ വിയോജിപ്പ് ഇതിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാല്, CPIM-ന്റെ ഇപ്പോഴത്തെ, അതായത് EP ജയരാജനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞപ്പോ വന്നിരിക്കുന്ന TP രാമകൃഷ്ണൻ. ഈ TP രാമകൃഷ്ണനും പ്രായത്തിന്റെ കണക്കിൽ ഈ പറയുന്ന 75 വയസ്സിലേക്ക് മൂപ്പറും കടക്കും. ഇയാൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട് എന്നൊരു വളരെ ഗൗരവമായ ചോദ്യം ഇയാളെ, അതായത് ഒരു ഏകാധിപതിയായിരിക്കുന്ന ഒരാളുടെ മനസ്സ് എപ്പോഴും ഒന്നും അറിയാം. ഒന്ന് ഭയമാണ് ഏറ്റവും പ്രധാനമതിനകത്ത്. 2 വിഹ്വലതകളാണ്. പിന്നെ വരുന്നത് ഉത്കണ്ഠയാണ്. ഈ വിഹ്വലത, ഭയം, ഉത്കണ്ഠ ഇതിങ്ങനെ വന്ന് മനുഷ്യന്റെ മതിഭ്രമം പിടിപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വരാവുന്ന വിഭ്രാന്തമായ അവസ്ഥയാണ് ഇയാളെ കൊണ്ട് ഈ പറയുന്ന അക്രമോത്സുകമായ മുഴുവൻ സംഭവങ്ങൾ. അതിനകത്ത് ഞാൻ ഒരു സംഘടനാപരമായിരിക്കുന്ന മറ്റു ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ബംഗാളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിക്കാരനായിരിക്കുന്ന ഒരു സഖാവുണ്ട്. ആ സഖാവിന്റെ പ്രായം ഏതാണ്ട് ഒരു 75 വയസ്സാവാൻ പോകുന്ന കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞെന്താ പറഞ്ഞാല്, ഞാൻ ഈ അടുത്ത സമ്മേളനത്തിൽ ഉണ്ടാവില്ല എന്ന പ്രായം കൊണ്ട് എനിക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാകുന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ മൃദുല. ഈ മൃദുല ഈ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ആ അഭിപ്രായത്തെ വളരെ എന്താ പറയാ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരാളാണ് ഇപ്പോഴത്തെ പാർട്ടി CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി. അദ്ദേഹം അത് സ്വീകരിച്ചു. ഈ പറയുന്ന സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഈ സാധനം വരുന്നത്. ഈ പറയുന്ന പാർട്ടിയുടെ ഒരു പ്രായത്തിന്റെ വിഷയം. എന്തിനാണ് ഈ സാധനം വന്നതെന്നറിയോ? നമ്മുടെ ഒരു സംഘടനാപരമായ ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കുന്ന എല്ലാ വൃത്തികേടുകളും നിരന്തരമായി ചെയ്തുകൊണ്ടുണ്ടായിരിക്കുന്ന സാധ്യതയെ ഒഴിവാക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും ആയിരിക്കില്ല. ശരിക്കും ഈ മൃദുല എന്ന് പറയുന്ന അദ്ദേഹം ഇതിനെ കണ്ടിട്ടുണ്ടാവുക. പകരം എന്തായിരിക്കും? ഒറ്റ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് പ്രായമായിരിക്കുമോ, എനിക്ക് ഈ പാർട്ടിയെ കൊണ്ടുനടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അർത്ഥമില്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രായമെന്ന സംഭവത്തെ കേരളത്തിൽ ഈ പറയുന്ന മിസ്റ്റർ എന്തിനാണ് പലരെയും വെട്ടി വീഴ്ത്താനാണ്.
ഈ വെട്ടിവീഴ്ത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രായം എന്ന് പറയുന്ന ബാരിയർ, അഥവാ എന്താ പറയാ ഒരു 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 വിലങ്ങ്, ആ വിലങ്ങെന്നായിട്ട് അത് ഇയാൾക്ക് തന്നെ കുരിശായിത്തീരുന്നൊരവസ്ഥ വരും. ഇത് വന്നിരിക്കുന്ന സമ്മേളനത്തിനകത്ത്, വരാനിരിക്കുന്ന സമ്മേളനത്തിൽ, ഇപ്പൊ നടക്കുന്ന സമ്മേളനത്തിനകത്ത് ഇയാൾ എന്തായിരിക്കാം, ചിലപ്പോ ഇയാളുടെ അധികാരത്തിന്റെ മേലെ പിന്നെ കീഴടങ്ങിയിട്ട് ചിലപ്പോ ഇയാൾ എന്ത് ചെയ്തേക്കാം, പോളിറ്റ്ബ്യൂറോവിനകത്ത് ഒരു ക്ഷണിതാവാക്കി ഇരുത്തിയ ഒരു ആവശ്യം ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു സാധനമാക്കി മാത്രമാണ് സെൻട്രൽ കമ്മിറ്റിയാണ് നിർത്തിയേക്കാം. പക്ഷേ അധികാരം എന്ന് പറയുന്ന സംഭവം കൈയൊഴിയുമ്പോ ഭ്രാന്തനായി പോകുന്ന അങ്ങേയറ്റത്തെ ഒരു ഭീരുവിന്റെ ഒരു ഒരു ആക്രാന്തങ്ങളുണ്ട്. മരിക്കാൻ പോകുന്ന ഒരാൾ ആക്രാന്തങ്ങളുണ്ടാവും. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുകളുടെ ആക്രാന്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും എന്ത് വരിക എന്ന് പറഞ്ഞാൽ ഈ കാലിന്റെ 2 തുടയുടെ ഭാഗത്തുമായി അവരോട് മാന്തി പോകും. മാന്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മറ്റ് പിന്നെ സ്ഥലത്തിനകത്ത് പറയാനറിയില്ല, അതിങ്ങനെ നഖം കൊണ്ട് മാന്തി പോകും. ആ മാന്തി പോയിട്ട് അവിടെ എന്താ പറയുക, ചോര വരും അതിനകത്ത്. അത് മരിക്കുക എന്നവർ സംഭവം ബോധപൂർവമല്ല, നിവൃത്തിയോടുകൂടി ചെയ്യാവുന്ന ഒരു അക്രമോത്സുകമായ സംഭവത്തിന് അതോടൊപ്പം തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കും. ഈ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന രീതിയിൽ വരാവുന്ന ഒരു 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 പിന്നെ മറ്റൊരർത്ഥത്തിൽ പറയാവുന്ന ഒരു രതിർവേദം. ഈ രതിർവേദമാണ് വാസ്തവത്തിൽ ഇങ്ങനെ വരാവുന്ന വളരെ ഭ്രാന്തമായിരിക്കുന്ന ഒരു ഉന്മാദത്തിലാണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ ഇപ്പോഴുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചിത്രത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ സംഘടനാപരമായിരിക്കുന്ന ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പിന്നെ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള യേച്ചൂരിക്കും പ്രായം ഇതുപോലെ തന്നെ കടക്കുക. ഇങ്ങനെ കടക്കുന്ന ഘട്ടത്തിൽ വരുമ്പോൾ CPM സെൻട്രൽ കമ്മിറ്റിക്ക് വരേണ്ട ആളുകളുടെ എണ്ണം നിങ്ങൾ എടുത്തു നോക്കുക. കേരളത്തിലെ സെൻട്രൽ കമ്മിറ്റിയിൽ ഒരുപടി ആളുകൾ ഒഴിവാകും, എല്ലാ ആൾക്കാരും ഒഴിവാകും. MAVU അടക്കം ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തായി കഴിഞ്ഞാൽ ഇതിനകത്ത് വരേണ്ടത് ആരാണ്? ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇദ്ദേഹം പരിഗണിക്കുന്ന ഒരാളാണ്. അത് ഒന്ന് ഇദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായിരിക്കുന്ന ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ വിദ്വാനാണ്. ബാക്കി വരുന്നത് പിന്നെ നമ്മുടെ പി രാജീവൻ, ഇങ്ങനെ ഈ മനോഭാവം ഇങ്ങനെ വരുന്ന കുറെ കക്ഷികളുണ്ടാവും. എം സ്വരാജ് ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ സെൻട്രൽ കമ്മിറ്റികൾ, ഇതെല്ലാം തന്നെ ഇയാളെ ഒരു സേഫ് സോണിലേക്ക് ഏറ്റുവെക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ വരാനുള്ള ചിത്രത്തെ ഇവർക്ക് നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ മുമ്പിലുണ്ടായിരിക്കുന്ന ഏറ്റവും ഗൗരവകരമായി ഇദ്ദേഹത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യം. ഇതോടൊപ്പം തന്നെ വരുന്ന ഒരു ചോദ്യത്തിന്റെ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു മറുഭാഗം ഉണ്ടാവുമല്ലോ. പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് നടക്കുന്ന ചർച്ച വന്നാൽ, അവിടെയാണ് ഇതിന്റെ ക്ലൈമാക്സ് കിടക്കുന്നത്. ചർച്ച വന്നാൽ ഈ ചർച്ച ഇയാൾ ആഗ്രഹിക്കുന്ന മുഴുവൻ സംഭവങ്ങളും മുഴുവൻ പൊളിയും. ഈ പൊളിയുമ്പോ ഇയാൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇയാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ശരിക്കും ഈ പ്രതിസന്ധിയിൽ വിജയിക്കുന്നത് ആരായിരിക്കും? വിജയിക്കുന്നത് ഈ പറയുന്ന പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന പുതിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ഈ ഓപ്പറേഷനാണ് വാസ്തവത്തിൽ CPM-നകത്ത് നാളെ താൽക്കാലികമായി, വിജയിക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല, താൽക്കാലികമായെങ്കിലും അത്തരത്തിലവസ്ഥകൾ അവിടെ വരുമ്പോൾ വരുന്നൊഴികൾ നമ്മൾ ഈ പ്രായം എന്ന സംഭവം ചെയ്യുന്നൊഴിക. പ്രായം ചിലപ്പോൾ വഴിമാറിപ്പോവാം. പ്രായം വഴിമാറിപ്പോകുന്ന എവിടെയാണ്? അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിപത്രയുടെ അടിസ്ഥാനത്തിൽ, മാനവിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾ ഇതിനകത്ത് വരണമെന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും മാറും. ഇങ്ങനെ മാറുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാണെന്ന് പറയാവുന്ന ഒരു പുതിയ രീതിയിലേക്ക് CPIM-ന്റെ സംഘടനാ രീതിക്കകത്ത് ഇവരുടേതായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു നിയോ ലിബറൽ കാലം 1990 ശേഷം വന്നിരിക്കുന്നത് ആ സംഭവങ്ങൾ മുഴുവൻ തന്നെ അട്ടിമറിക്കപ്പെടാൻ പോകുന്ന ഒരു സമ്മേളനത്തെയും കൂടിയായിരിക്കും വാസ്തവത്തിൽ CPIM-ന്റെ ഈ പുതിയ സമ്മേളനം ഫേസ് ചെയ്യുക എന്നാണ് എനിക്ക് പിന്നെ തോന്നുന്നത്. അയ്യപ്പദാസ്. ചേട്ടാ, ഇതില് ചേട്ടൻ എന്നോട് ഒരിക്കൽ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ചേട്ടൻ പറഞ്ഞ അതേ വാചകമാണ്. പിണറായി വിജയൻ എന്ന സാധാരണക്കാരനായ കണ്ണൂരിൽ നിന്നുള്ള യുവാവ് ഇന്ന് ഈ മുഖ്യമന്ത്രി ആയത് അടുത്ത 25 വർഷത്തേക്ക് താൻ മുൻകൂട്ടി ചിലത് കണ്ടുകൊണ്ട് ചെയ്തത് കൊണ്ടാണ് എന്ന് ചേട്ടൻ എന്നോട് ഒരിക്കൽ ഒരു ചൈനീസ് കഥയുമായി ബന്ധപ്പെടുത്തി എന്നോട് പഴമൊഴിയുമായി ബന്ധപ്പെട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ അദ്ദേഹം ഇപ്പോ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലം ജയിലിൽ അല്ലെങ്കിൽ മറ്റ് കേസും കോടതിയുമായി ഇരിക്കാനായി സേഫായി ഒരാളെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയില്ല എന്നാണോ ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ കണ്ടത്? തീർച്ചയായിട്ടും അതിന്റെ മുകളിലാണ് ഞാൻ പറയും. ഇനി ഇതിനകത്ത് ഞാൻ ഒരു അല്പം കൂടി സാധനം ഞാൻ കടത്തി പറയാം. ഒരിക്കലും ജീവിതത്തിൽ ഒരു സ്ഥലത്ത് പോലും ഡിസ്ക്ലോസ് ചെയ്യാത്തൊരു സാധനമാണ് കൂടി ഞാൻ പറയുന്നത്. ഇന്നേ വരെ ഒരു സ്ഥലത്ത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം,
പിന്നെ ഈ ക്രൈമിനോട് ഞാൻ പറയുകയാണ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇയാളെ നിശ്ചയിക്കുന്ന പാർട്ടി യോഗം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. ഈ പറയുന്ന ഷാജി എന്ന് പറഞ്ഞ ഞാൻ അന്നേരം തിരുവനന്തപുരത്ത് സീക്കോപ്പർട്ടി ബാങ്കിന്റെ പബ്ലിക് ഓഫീസറായിട്ട് ഏഴാമത്തെ നിലയിൽ ഞാൻ ഇരിക്കുക. തൃശ്ശൂർ വെച്ച സമ്മേളനത്തിലല്ലേ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആയിട്ട് എടുക്കുന്നത്? തൃശ്ശൂർ അതല്ല സമ്മേളനമല്ല. സമ്മേളനത്തെക്കാൾ മുൻപായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ടാണ് ഇദ്ദേഹത്തെ പാർട്ടി എടുക്കുന്നത്. ഇദ്ദേഹം അന്നേരം ശരിക്കും എന്താ പറഞ്ഞാല് കേരളത്തിലെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയാണ്. അതെ, വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി അറിയാതെ. അപ്പൊ ഇദ്ദേഹം അതായിട്ടിരിക്കുന്നത് ഞാൻ സീക്കോപ്പർട്ടി ബാങ്കിന്റെ PR-ഉമാണ്. ഇയാള് എന്റെ മന്ത്രിയുമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടാവും. ഞാനിപ്പോ തന്നെ കേരളത്തിലെ മൊത്തം സഹകരണ സ്ഥാപനങ്ങളുടെ ഒരു 14 ജില്ലാ ബാങ്കുകളുടെയും ഒരു അർബൻ ബാങ്കുകളുടെ എല്ലാത്തിനും PR വലിയ പോസ്റ്റ് ഇടുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം ഇരിക്കുന്ന ഘട്ടത്തിൽ പോലും ഇതെല്ലാം അത് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് എനിക്കൊരു ഫോൺ വിളിച്ചതിനോട് പറയാന്ന് ഇയാള് പാർട്ടിയുടെ സെക്രട്ടറി ആകുന്നു. അപ്പൊ ഈ സത്യം എന്ന് പറഞ്ഞാല് എന്നെ ഇയാൾ നശിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവത്തിന് മേലെ ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കുണ്ടാവുന്ന ഒടുങ്ങാത്ത ദേഷ്യവും ഒടുങ്ങാത്ത എന്താ പറയാ സങ്കടവും എനിക്ക് അതിനകത്ത്. കാരണം എന്റെ ശരീരം തകർത്ത് കളഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളൊന്നുമില്ല, അതെല്ലാം മറ്റെല്ലാം നമുക്ക് അതെല്ലാം പരിഹരിക്കാവുന്ന വിഷയങ്ങൾ. ശരീരം തകർത്ത് കളഞ്ഞിരിക്കുന്ന ക്രൂരമായ ആക്രമണത്തിന് വിധേയമായതുകൊണ്ട് അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഈ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന CPM AK സെന്ററിനകത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്ന സഖാവിനോട് ഞാൻ ചോദിച്ചു, അല്ല ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. ആണ് എന്ന് പറഞ്ഞപ്പോ വളരെ വിശ്വസ്തനായിരിക്കുന്ന സഖാവാന്ന് വിളിച്ചു പറയുന്നത്. വളരെ വിശ്വസ്തനല്ല, വളരെ ബഹുമാനിക്കുന്ന സഖാവാന്ന് വിളിച്ചിട്ട് പറയുന്നത്. ഞാൻ ഈ സംഭവം അതേ സമയത്ത് തന്നെ എന്റെ ഫോണിൽ നിന്ന്, അതായത് സീക്കോപ്പർട്ടി ബാങ്കിന്റെ PRO ആയ എന്റെ ഫോണിൽ നിന്ന്, എന്റെ ക്യാബിനകത്തെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലിനെ ഞാൻ പിണറായിയുടെ വീട്ടിലേക്ക് വിളിക്കുക. എന്റെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 3826 ഈ 90 ഞാൻ ഫോൺ വിളിക്കുന്നു. പാണ്ഡ്യാല ഇവിടെ ഉണ്ട്. പാണ്ഡ്യാല ഉച്ചക്ക് ഏതാണ്ട് 2-2:15 മണിയോടെയാണ് ഉച്ചക്ക് 2:15 ഞാൻ അച്ഛൻ ഫോൺ എടുത്തു. എന്താ ബാബു തന്നെ വിളിക്കുന്നത്. നാട്ടിലെല്ലാവർക്കും തന്നെ ബാബു എന്ന് മാത്രമേ, ഷാജിയിൽ ഇപ്പൊ പുതിയ തലവർക്ക് മാത്രമേ അതിന്റെ പേര് ബാബു എന്നാണ്. പാണ്ഡ്യാലോട് ചോദിച്ചു, എന്താടാ ബാബു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇയാളിങ്ങനെ പാർട്ടി സെക്രട്ടറി ആവാൻ പോവുകയാണ് എന്ന്. അപ്പൊ അച്ഛൻ എന്നോട് അത്ഭുതപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ എന്താ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ പാർട്ടി സെക്രട്ടറി ആവാൻ പോകുന്നു എന്നാണ് എന്നോട് AK സെന്ററിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും നിർണായക, വെറും സംഘാടകനല്ല പാണ്ഡ്യാലെ വിളി, മുഖ്യ സംഘാടകൻ, വെറും സംഘാടകനല്ല, മുഖ്യ സംഘാടകൻ. ഈ മുഖ്യ സംഘാടകനാക്കുന്ന പാണ്ഡ്യാല ഞെട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എടാ നീ പറയുന്നത് ഉള്ളതാണോ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എന്നോട് പറയാ, നീ ഒന്നുകൂടി വിളിച്ച് ചോദിച്ചാട്ടെ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു ചോദിക്കാം AK സെന്ററിലേക്ക് ഞാൻ വിളിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുടെ ആയിട്ടുള്ള ഒറ്റയാളിനെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ PA വിളിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹവുമായി ഞാൻ വ്യക്തിപരമായ ബന്ധമുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഇയാള് പാർട്ടി സെക്രട്ടറി ആവുന്നു എന്ന് പറയുന്നത് വസ്തുതയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, മാഷോട് വിളിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം 4 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാവും. അപ്പൊ മാഷോട് ഒന്ന് TV ഓൺ ചെയ്യാൻ പറഞ്ഞത്. എന്റെ വീട്ടിൽ TV വരുന്ന കാര്യം എന്റെ അനിയത്തിക്ക് NBR സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു ആളുകളെ സഹകരണ ബാങ്കിലേക്ക് എടുക്കുമല്ലോ, ആ എടുക്കുന്നതിന്റെ ഭാഗമായി കിട്ടിയിരിക്കുന്ന സംഭവമാണ് എന്റെ അനിയത്തിക്ക് എടുക്കുന്നത്. ജില്ലാ ബാങ്കിന്റെ അത് കിട്ടിയിരിക്കുന്ന നിയമനമല്ല. അത് വളരെ കൃത്യമായി മൂപ്പർ പരീക്ഷയിൽ പാസ്സായിരിക്കുന്ന ഒരാളാണ്. ആ സഹോദരി വാങ്ങിയിരിക്കുന്ന TV-യാണ്, അതിനകത്തുള്ള TV, ടെലക്ട്രോണിന്റെ TV-യാണ്. ആ TV-യിൽ അത് സാധനം കാണുന്നത് വലിയ കൊടയിൽ വെച്ചിട്ടുള്ള സംഭവം. ആ TV-ക്ക് അത് കണ്ടത് ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. അച്ഛൻ അന്നേരം എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കമന്റ് ഉണ്ട്, അയ്യപ്പദാസ്. എന്താ പറയുന്നത്, ഈ പാർട്ടിയുടെ ഉദകക്രിയ ഇവൻ നടത്തും. ഇത് ഞാൻ ഇന്നേ വരെ ഒറ്റ ചാനൽ ഞാൻ പറഞ്ഞില്ല. ഈ പാർട്ടിയുടെ ഉദകക്രിയ ഇവൻ നടത്തും. അയാളുടെ കഥയും കഴിക്കും. ഈ പാർട്ടിയുടെ ഉദകക്രിയ ഇവൻ നടത്തും, അയാളുടെ കഥയും കഴിക്കും. അയാളെന്ന് പറഞ്ഞ ആരാന്ന് അറിയോ? ഇവള് അത് VS അച്യുതാനന്ദനാണ്. VS ആണ് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് അല്ലേ?
അല്ലല്ല അത് ഞാൻ ഇങ്ങോട്ട് പറയാം. അത് അങ്ങനെയല്ല. അത് ഞാൻ ഇങ്ങോട്ട് പറയാം. അത് തെറ്റായ വിവരമാണ്. അത് ശരിയല്ല. ഉദകക്രിയ നടത്തുന്നു. അപ്പൊ ഞാൻ ഈ സംഭവം ആരോട് വന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ CMD-യുടെ അന്നത്തെ ഒരു വളരെ സ്റ്റേറ്റിൽ മുഴുവൻ തന്നെ കളന്നറിഞ്ഞാടിയിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഇതിലുള്ളൂ ഞാൻ MPR പറഞ്ഞു, MPR ഇങ്ങനെയാണ് പാണ്ഡ്യാല പറഞ്ഞതെന്ന്. അപ്പൊ അന്ന് വൈകുന്നേരം സെക്രട്ടേറിയറ്റ് MLA ക്വാർട്ടേഴ്സിനെ തൊട്ട് പുറകിലുണ്ട കുന്നുകുഴി ഈ കുന്നുകുടിയിൽ അന്ന് അവിടെ ഒരു പൊതുയോഗമുണ്ട്, CMB-യുടെ പൊതുയോഗമുണ്ട്. ആ CMB-യുടെ പൊതുയോഗത്തിനകത്ത് MPR ഈ പറയുന്ന അതിനകത്ത് ഒരു പ്രാസംഗികനാണ് ഞാനും. അവിടെ അന്ന് പ്രസംഗിക്കുന്ന സമയത്ത് MPR ഈ സാധനം അന്ന് പ്രസംഗിക്കുകയാണ്, കൃത്യമായി പ്രസംഗിക്കുകയാണ് സംഭവം. ഇത് MPR എന്ന് പറഞ്ഞെന്താ പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു പാർട്ടി സഖാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സഖാവ് പറഞ്ഞത് ഇവൻ ഇതിന്റെ ഉദകക്രിയ നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന ഒരു സംഭവത്തോടുകൂടിയാണ് MPR അത് പറയുന്നത്. അപ്പൊ ഇത് എന്താന്ന് പറഞ്ഞാൽ ഇത് ഇയാൾ എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. അതിന്റെ പരിസമാപ്തിയാണ് ഇവിടെ വരുന്നിരിക്കുന്ന സംഭവം. ഈ പരിസമാപ്തിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന സംഘടനാപരമായി ഇയാൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന സംഭവത്തെ, ഇതിന്റെ തെമ്മാടിത്തത്തെ ശരിക്കും നമ്മൾ വിലയിരുത്തണം. ആ വിലയിരുത്തലിന്റെ അകത്ത് വെച്ചാണ് ഒറ്റ കാര്യം മാത്രമേ ഇത് നശിപ്പിക്കുന്നത് ഇയാൾക്ക് യാതൊരു സന്ദർഭമില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടി സഖാവ്, ഏതെങ്കിലും ഒരു പാർട്ടി കോമ്രേഡ്, ആ പാർട്ടി കോമ്രേഡ് എല്ലാ വായ്പകളും ചെയ്യപ്പെടുക. കാരണം ആ കോമ്രേഡ് ഇയാൾക്ക് ശത്രു മാത്രമാണ്, വേറൊന്നുമല്ല, ശത്രു മാത്രമാണ്. എന്തുകൊണ്ടാണ് ആ കോമ്രേഡ് ഈ പാർട്ടിക്കകത്ത് നിന്ന് ഒരു എന്താ പറയാ മാറി ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിത്തീരുകയോ ചെയ്യുന്ന ചോദ്യം പോലും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇയാൾക്ക് ഈ പാർട്ടിക്കകത്തുള്ള ഒരു സംഭാവനയും ഇയാൾ പാർട്ടിക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് PV അൻവർ എന്ന് പറയുന്ന ഒരാൾ പറയുമ്പോൾ ഇയാൾ ചൂടിപ്പോകുന്ന ഇയാൾ തീർന്നു പോകില്ല അവിടെ. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു ഉസിരും തീവ്രതയുമുള്ള ഒരാളാണെങ്കിൽ തിരിച്ചു വരുന്ന സിമ്പിളായ ചോദ്യമാണ്. ഈ പറയുന്ന CPM നൽകിയിരിക്കുന്ന ഏറ്റവും ഭീകരമായിരിക്കുന്ന ആക്രമണത്തിന് ഇല്ലെങ്കിൽ ഈ PV അൻവർ എന്ന് പറഞ്ഞ കേരളത്തിലെ തെരുവിലൂടെ ഇവർ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി നൽകുമോ? എന്റെ ക്വസ്റ്റ്യനാണ് ഈ സാധനത്. അപ്പൊ ഈ പാർട്ടി നൽകുമോ? CPM എന്ന് പറഞ്ഞ പാർട്ടിയെ മാത്രമല്ല, ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഇതുവാന്റെ ആധിപത്യത്തെ പരസ്യമായി വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, ഈ ഒരു വാക്കൊക്കെ കൊള്ളില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അയാൾ. അതിന് മെമ്പറിക്ക് മറ്റൊരു സാധനം പറഞ്ഞു, എന്തെന്ന് ഇയാൾ എന്റെ പ്രതിസ്ഥാനീയനാണെന്ന് പറഞ്ഞ ബളായിയൽ മുട്ടു. അത് വേറെ വിഷയമാണ്. പക്ഷെ ആന്തരികമായി പറഞ്ഞെന്താണ്, നിങ്ങൾ വാക്കുകളിൽ നിന്നെ ഞാൻ നേരെ വിരൽ ചൂണ്ടി നിന്നെ ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്ന പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന PV അൻവറിന് നേരെ ഒരാക്ഷൻ എടുക്കാൻ കഴിയാതിരിക്കുന്ന ഇത്ര ഭീരവും ഇത്ര ദുർബലും ഇത്ര പരിഹാസ്യനുമായിരിക്കുന്ന ഒരാൾക്ക് അയാൾ സത്യത്തിൽ എന്താണ് അയാൾ? അതല്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഈ PV അൻവറിനെ ആക്രമിക്കേണ്ട അയാൾ ചെയ്യണ്ടേ? പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 6 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുള്ള CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് അയാൾ വെല്ലുവിളിച്ചത്, അല്ലെ?